മിനിയുടെ പ്രശ്നം. മൊത്തത്തില് പ്രശ്നങ്ങളാ. എന്താ? ടെൽ മീ. സമാധാനമായിട്ട് ഒറ്റയ്ക്കിരുന്നൊന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓവർ തിങ്കിങ് ആണോ? അതല്ല. പിന്നെന്താ? പറയാല്ലേ. ഹായ്, ഞാൻ ബിന്ദി. നിങ്ങൾക്ക് എന്റെ വികാരം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, പക്ഷെ മനസ്സിലാക്കാത്ത ചിലരുണ്ട് എന്റെ ലൈഫിൽ. വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ചിലരല്ല, 2 പേർ. ചില സമയത്ത് അവരെ കൈ കിട്ടിയുണ്ടല്ലോ, കൊല്ലാൻ വരെ തോന്നും. ഒന്ന് സമാധാനമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാൽ അപ്പ വരും, മോളെ മോളെ സുഖാണോ മോളെ, അസുഖാണോ മോളെ എന്നൊക്കെ ചോദിച്ചോണ്ട്. എനിക്ക് വേറെ ജോലി കിട്ടാത്തോണ്ടൊന്നല്ല, അല്ല കിട്ടാത്തോണ്ട് തന്നെയാണ്. പക്ഷെ ഞാൻ വേറെ നോക്കുന്നുണ്ട്, കിട്ടും. അപ്പൊ കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. പക്ഷേ അതുവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ലേറ്റ് ആയി, അപ്പൊ ബാക്കി വഴിയെ കാണാം. എനിക്കിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന ഏറ്റവും ഇഷ്ടം. അതിപ്പോ വീട്ടിലാണേലും ഓഫീസിലാണേലും കഫേലായാലും എവിടെയാണേലും. പക്ഷെ എവിടെയാണേലും ഈ 2 കുരുക്കൾ പിന്നാലെ ഉണ്ട്. മോളെ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? വർക്ക് ചെയ്യായിരിക്കും അല്ലേ? എക്സ്ക്യൂസ് മീ, ടാസ്ക് എന്തായി? ബേബി മോൾ നോ, എന്റെ കുട്ടിക്ക് സോറി, കുട്ടിക്കകത്ത് സമയം കൊടുക്ക്, കുട്ടി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, കോഫി ആണല്ലേ, കുടിക്കൂ, ഊതി ഊതി കുടിക്കൂ, നല്ല കാറ്റുണ്ടല്ലേ. കണ്ടില്ലേ, ഇയാളാണ് എന്റെ പ്രശ്നം. കൂടാ ബേബി മോളും. എനിക്കൊരു പ്രൈവറ്റ് സ്പേസ് പോലും തരുന്നില്ല അവര്. നോട്ടഡ്. ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഇത് അവരോട് പറഞ്ഞാ പോരെ? മോളെ എനിക്ക് മനസ്സിലായി മോൾ എന്നോട് അങ്ങനെ പറഞ്ഞെന്ന്. ബിക്കോസ് ഐ ആം മാനേജർ. ഒരാണോ ഒരു പെണ്ണും കൂടെ കുറച്ച് നേരം സംസാരിച്ച് അപ്പൊ പറയും പോച്ചാണ്. മിണ്ടിയ പോഷ്, നോക്കിയ പോഷ്, ഒന്ന് തൊട്ടാ പോലും അല്ല തൊടണില്ല, തൊട്ടാ പോലും പോഷ്. പോഷക്കില്ലല്ലോ, അറബിക്കടലിൽ കൊണ്ട് കളയണം. അറബിക്കടലിൽ ഈ ഓഫീസിലെ മോളോട് നേരെ സംസാരിക്കണമെങ്കിൽ ആകെ ഒരു സ്ഥലം ഈ മീറ്റിംഗ് റൂം, ഈ കഫേ. പിന്നെതാ ഇവിടെ ഈ ചൂട് ചായയും പഴംപൊരിയും പോലെ നല്ലൊരു കോംബോ ആവണം നമ്മൾ എന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഒരു തെറ്റാണോ? തെറ്റാണ്. എന്നാലും നോട്ടഡ്. എനിക്ക് വരുന്ന പിരിമുറുക്കുണ്ടല്ലോ. ഇത് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട്. എന്റെ മെന്റൽ സ്പേസിൽ വരെ അവര് കയറി. ഇവിടെ കയറാൻ ആരെയും സമ്മതിക്കാറില്ല. പക്ഷെ ഇപ്പൊ അവിടത്തെ ഇമ്പാക്ട് ഇവിടെ കിട്ടുക. അപ്പൊ ഒരു ആശ്വാസം ഇല്ല അല്ലേ? നോട്ടഡ്. സത്യം. പക്ഷെ ഒരു ആശ്വാസം ആയേനെ ഒരാൾ. അതാരാ? ആറേ ജപ്പാൻ. അല്ലെങ്കിലും പുള്ളിക്കാരെ കൊണ്ട് അത്രയ്ക്ക് പ്രശ്നത്തുള്ളൂ. പുള്ളിയെ കാണുമ്പോ തന്നെ എനിക്ക് ഭ്രാന്താവുക. അതിനൊരു പരിപാടി ഞാൻ പറഞ്ഞതാ. തവണ പുള്ളിക്കാരൻ വരുമ്പോ മിന്നിന്റെ അടുത്ത് വന്നിരുന്നു. ഓക്കെ, അറിയാലോ, ആറേ ജപ്പാൻ. അപ്പൊ പാപ്പി പറഞ്ഞ പോലെ ഹാപ്പിയല്ല ജപ്പാൻ. അവൻ പറഞ്ഞ പോലെ അവന്റെ അടുത്ത് പോയി എന്താ പറയാ? പ്രോബ്ലം സോൾവ്. അവൻ ഇതുപോലെ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പിന്നെയാണ്. വാട്ട്? ജപ്പാൻ അല്ല ഞാൻ. ഓ, ഇന്ന് സ്ലോട്ട് ഉണ്ടാവില്ല. ഇയാളെ കൊണ്ട് അതാണ് ഇതാ പ്രശ്നം. ഓക്കെ റിലാക്സ് കം ഓൺ. എന്റെ ഒരു എക്സസൈസ് ഉണ്ട്. അപ്പൊ ക്ലോസ് യുവർ ഐസ്. ഇൻഹേൽ, എക്സേൽ. കൂളല്ലേ? ആ, കുഴപ്പമില്ല. ഞാൻ വേറൊരു എക്സസൈസ് തരാം. അയാളാണ് എനിക്ക് പകരം ഇവിടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? കം ഓൺ. ഒരു ചായ കുടിക്കാൻ പോയാലോ? Sorry, I'm very sorry. It's okay, please. Sorry. ശരിക്കും ഇത് ഓഫീസിൽ ആലോചിച്ചോ? ഇവിടെ വേണ്ട. ആലോചിച്ചോ. ഓക്കെ. അപ്പൊ ഇതൊക്കെ ചെയ്താൽ ഓക്കെ ആവും. ആവും. എന്നാ ഇത് കഴിഞ്ഞിട്ടുള്ള ഒന്ന് ആലോചിച്ചു. ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. സോ മിനി, എന്താണ് അടുത്ത പ്ലാൻ? പ്ലാൻ അല്ല, എനിക്കൊരു ലോക്ക് വേണം. ലൈക്ക് ലോക്ക് ചെയ്യാനുള്ളതൊക്കെ ലോക്ക് ചെയ്ത് അതിനുള്ളിൽ സമാധാനമായിട്ടിരിക്കണം. അത് മാത്രമേ ഉള്ളൂ. ആ പൂട്ട് എവിടെ കിട്ടും? ആ പൂട്ട് തന്നെ ഉണ്ടല്ലോ. പക്ഷെ അത് പൂട്ടണം അല്ലേ? പൂട്ടാം. മണിച്ചിത്രം പൂട്ടിട്ട് തന്നെ പൂട്ടാം. Yes, lock it and enjoy. Yes!